കിയാ കൃഷ്ണൻ്റെ ഡെലിവറി വീഡിയോ കാണുന്ന സമയത്താണ് ഞാൻ എൻ്റെ ഡെലിവറിനെ കുറിച്ച് ഓർക്കുന്നത്. നാട്ടിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ, എറണാകുളത്തൊരു ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണ്. എൻ്റെ അങ്കിൾ അവിടെ ഡോക്ടറാണ്, അതുകൊണ്ടാണ് ആ ഹോസ്പിറ്റൽ ഞങ്ങൾ ചൂസ് ചെയ്യുന്നത്. അങ്കിൾ എന്നെ സജസ്റ്റ് ചെയ്ത ഗൈനക്കോളജിസ്റ്റിനെയാണ് കാണാൻ ഞാൻ ചൂസ് ചെയ്തത്, ഡോക്ടർ ഗീത. ഒത്തിരി നല്ലൊരു ഡോക്ടറായിരുന്നു. അപ്പം ഞാൻ ഒരു പ്രാവശ്യം ഡോക്ടറിനെ കാണാൻ വേണ്ടി ചെന്ന സമയത്ത് ഡോക്ടർ എന്നോട് ചോദിച്ചു, ഇയാൾ എന്താണോ എപ്പോഴും അപ്പയുടെ കൂടെ വരുന്നത്, എവിടെയാണ് ഇയാളുടെ അമ്മ, ഇയാളെന്താ അപ്പക്കുട്ടിയാണോ എന്ന് പറഞ്ഞിട്ട് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞില്ല, എനിക്ക് അമ്മയില്ല, അതുകൊണ്ടാണ് അപ്പയുടെ കൂടെ വരുന്നത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ടായി. അപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു, നമുക്ക് നോർമൽ തന്നെ വേണം. ഇപ്പം അമ്മയും കൂടി ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ സി സെഷനൊക്കെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെയിൻ ഒഴിവാക്കാൻ, ഡെലിവറി പെയിൻ എന്തോ ഭയങ്കര ഇതാണ് എന്ന് പറഞ്ഞ് എല്ലാവരും സി സെഷൻ ഹോസ്പിറ്റലിലേക്ക് അവരോട് തന്നെ ഓപ്റ്റ് ചെയ്യുന്ന ആ ഒരു കാലമായിരുന്നു. അതുകൊണ്ടായിരിക്കും കേട്ടോ ഡോക്ടർ ഗീത എൻ്റെ അടുത്ത് ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. അല്ലെങ്കിലും എൻ്റെ മൈൻഡിൽ നോർമൽ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സി സെഷനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നേ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്ലഡ് ഗ്രൂപ്പൊക്കെ അറിഞ്ഞ സമയത്ത് എൻ്റെ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, സോന, ഇയാളുടെ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആയതുകൊണ്ട് നമുക്ക് ഡ്യൂ ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിന് മുന്നേ ഒരു ഡേറ്റ്, ഇയാളുടെ മൈൻഡിൽ ഏതെങ്കിലും ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ അതനുസരിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവണം, നമുക്ക് അത് ഏർലി ആക്കേണ്ടി വരും എന്ന രീതിയിൽ ഒരു 20 days 15 days കൈൻഡ് ഓഫ് അങ്ങനെ ഒരു ഡേ സോന മൈൻഡിൽ കീപ്പ് ചെയ്തിട്ട് പ്ലാൻ ചെയ്യൂ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരിക്കും പാനിക്കായിപ്പോയി. ഇങ്ങനെയൊക്കെ സാധാരണ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡേറ്റ് ഓപ്റ്റ് ചെയ്ത് അങ്ങനെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ സി സെഷൻ്റെ ആ ഒരു ഇതാണല്ലോ. അപ്പം നോർമൽ നടക്കില്ലേ ഡോക്ടറെ എന്ന് പറഞ്ഞു ചോദിച്ചു. അപ്പോഴും ഡോക്ടർ പറഞ്ഞു, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, നമുക്കിപ്പം ടെക്നോളജിയൊക്കെ ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. അപ്പം ആർട്ടിഫിഷ്യൽ പെയിൻ വരുത്തിച്ച് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇപ്പോൾ ഉണ്ട്, നമ്മൾ ട്രൈ ചെയ്യും. ഒന്നും നടന്നില്ലെങ്കിലാണ് ഈ സെഷൻ കുട്ടിക്കും ഇയാൾക്കും ഒന്നും വരാതെയൊക്കെ നമ്മൾ നോക്കണമല്ലോ എന്ന രീതിയിൽ പറഞ്ഞു. അപ്പം എനിക്ക് ആശ്വാസമായി. അങ്ങനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്യൂ ഡേറ്റ് പറഞ്ഞിരുന്ന ഡേറ്റ് എൻ്റെ ബർത്ത്ഡേ ഡേറ്റാണ്. അപ്പം ഞാനും കുട്ടി ഭയങ്കര ഒരു സിംഗിളായിരുന്നു. എൻ്റെ ബർത്ത്ഡേ അന്നേ പുറത്തേക്ക് വരാവൂ എന്നൊക്കെ ഞങ്ങൾ ഡീല് സൈൻ ചെയ്തായിരുന്നു ആൾ ഉള്ളിൽ കിടന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി അന്നേരം റൗണ്ട്സിൽ ഡോക്ടേഴ്സ് വരുമല്ലോ, അവരിങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്തും കുട്ടിയുടെ തല തിരിഞ്ഞൊന്നും വന്നിട്ടില്ല. പിന്നെ ഗ്യാപ്പാണെങ്കിലും താഴത്തെ ഇത്ര ഫിംഗേഴ്സ് ഗ്യാപ്പ് എന്നാണല്ലോ അവർ പറയുന്നത്, അതാണെങ്കിലും പ്രോപ്പറൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഓരോ ഡോക്ടേഴ്സും വന്നിട്ട് പിറ്റേ ദിവസത്തേക്കുള്ള സി സെഷൻ്റെ എത്ര എണ്ണം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അതൊക്കെ അവർക്കൊരു അപ്രോക്സിമേറ്റ് നമ്പർ കിട്ടണമല്ലോ. അതിനുള്ള ഡോക്ടേഴ്സ് അവൈലബിൾ ആണ്, എല്ലാം അതിൻ്റെ ടൈമിങ്ങും അങ്ങനത്തെ ഒരു കാൽക്കുലേഷനും കൂടി വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അവരതൊക്കെ ചെക്ക് ചെയ്ത് പോകുന്നത്. അപ്പോൾ അതൊക്കെ കേൾക്കുന്ന സമയത്ത് എനിക്ക് ശരിക്കും സങ്കടമാകുന്നുണ്ടായിരുന്നു. ഡോക്ടർ ഗീത വരുന്ന സമയത്ത് മാത്രമാണ് എനിക്ക് എവിടെയോ ഒരു ആശ്വാസം കിട്ടിയിരുന്നത്. ഡോക്ടർ ഗീത പറഞ്ഞു, അതൊന്നും പേടിക്കാനൊന്നും ഇല്ലടോ, അതൊക്കെ കുറച്ച് സെക്കൻഡ്സിൻ്റെ ഇതൊക്കെ മതി, എല്ലാം കൊച്ചു തലയൊക്കെ തിരിഞ്ഞു വന്നോളും, ഒരു കുഴപ്പമില്ല, ഒരു പേടിക്കേണ്ട ആവശ്യമില്ല, എല്ലാം നോർമൽ നടക്കുള്ളൂ, ഒരു കുഴപ്പമില്ല. പിന്നെ ഇയാൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ, ഇയാൾ കംഫർട്ടാണെന്നുണ്ടെങ്കിൽ സ്റ്റെയേഴ്സ് യൂസ് ചെയ്യുക, പറ്റുന്നേത്രയും സ്റ്റെയേഴ്സ് കയറിയും ഇറങ്ങിയും ഇയാൾ ചെയ്യും. പിന്നെ രാത്രി മൊത്തം ഇത് തന്നെയായിരുന്നു എനിക്ക് തൊഴിൽ, സ്റ്റേഴ്സ് കയറുക ഇറങ്ങുക ഇത് തന്നെ. പിന്നെ പിറ്റേ ദിവസം രാവിലെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്കും അവർ ആർട്ടിഫിഷ്യൽ പെയിൻ വരാനുള്ള ഡ്രിപ്പ് ഇട്ടു, പിന്നെ വാട്ടർ ഓപ്പൺ ആക്കിയിടുകയും ചെയ്തു. അപ്പോൾ വാട്ടർ ഓപ്പൺ ആക്കുന്ന സമയത്ത് കുട്ടിയുടെ മോഷൻ മക്കോണിയും സംതിങ്, മീൻസ് എനിക്ക് മെഡിക്കൽ ടേംസ് ഒന്നും അത്രയും കറക്റ്റായിട്ട് അറിയത്തില്ല, അന്ന് പറഞ്ഞ് കേട്ട ആ ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ. കുട്ടിയുടെ മോഷൻ ആ ഒരു കണ്ടൻറ്റ്, ആ ഒരു കളർ ചേഞ്ച് ഈ പറഞ്ഞ വാട്ടറിനകത്ത് വിസിബിളായി എന്നതാണ് പറഞ്ഞത്. അപ്പം തന്നെ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ബാക്കി എല്ലാ ഡോക്ടേഴ്സിനെയും ഡോക്ടർ ഗീത വിളിച്ചു വരുത്തി, എൻ്റെ അങ്കിളിനെ വിളിച്ചു, പിന്നെ പീഡിയാട്രീഷ്യനെയും എല്ലാം വിളിച്ചു വരുത്തിയിട്ടുണ്ടായി. അപ്പോൾ അവരുടെ അടുത്ത് ചെക്ക് ചെയ്ത സമയത്ത് കുഴപ്പമില്ല, ജസ്റ്റ് കളർ ചേഞ്ച് ആണല്ലോ, കണ്ടൻസ് അങ്ങനത്തെ ഒന്നും വിസിബിൾ അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും, നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ. അപ്പം വാട്ടർ റീപ്ലേസ് ചെയ്യുന്നതിനെ കുറിച്ചാണ് അവർ അന്നേരം ആലോചിച്ചത്. പഠിക്കുന്ന സമയത്ത് അവർ അങ്ങനെ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്, പക്ഷേ ട്രൈ ചെയ്തിട്ടില്ല. എൻ്റെ കുട്ടി ആയതുകൊണ്ട് ഞാനത് ട്രൈ ചെയ്യാം. ആ ഡോക്ടറിന് എവിടെയോ എൻ്റെ അടുത്ത് ഡോക്ടറിൻ്റെ മോൾ എന്നൊരു കണക്ഷൻ ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് പിന്നെ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാൻ റിവ്യൂവിന് ചെല്ലുന്ന സമയത്ത് ഡോക്ടർ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു,
എനിക്ക് എവിടെയോ ഇയാളെ കാണുന്ന സമയത്തൊക്കെ ഭയങ്കര ഒരു കണക്ഷനായിരുന്നു. ഇയാളുടെ അടുത്ത് സംസാരിക്കുമ്പോഴും എപ്പോഴും എനിക്ക് എന്തോ എൻ്റെ എന്നൊരു ഫീല് എപ്പോഴും ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഫൈനലി അവർ വാട്ടർ റീപ്ലേസ് ചെയ്യാൻ തീരുമാനിച്ചു. സെയിം ടെമ്പറേച്ചറിലുള്ള വാട്ടർ എത്ര പെർസെൻറ്റ് ഫുൾ അവർ റീപ്ലേസ് ചെയ്യുന്നില്ല, ഒരു 50% റീപ്ലേസ് ചെയ്തു. അതിനിട്ട് ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞു, നമ്മുടെ 50% നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയൊരു 3 hours ഇത് പോയി തീരാൻ എടുക്കുക ടൈം. അതിനുള്ളിൽ പെയിൻ വന്ന് കുട്ടി തലതിരിഞ്ഞ്, കാരണം തലയാണ് ഫസ്റ്റ് വരേണ്ടത്, തല തിരിയാതെ കാലം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ C-സെക്ഷനെ പോവുള്ളൂ, തല ഫസ്റ്റ് വരണം അവർക്ക്. അപ്പം അങ്ങനെയെല്ലാം നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമൽ. ഇനിയുള്ളത് ദൈവത്തിൻ്റെ കയ്യിലാണ്. നമ്മുടെ പാർട്ട് 50% നമ്മൾ പെർഫെക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇനി ആവട്ടെ. പിന്നെ ഇയാൾക്ക് പറ്റുമെങ്കിൽ ഇയാൾ കംഫർട്ടാണെങ്കിൽ നമ്മൾ ഡ്രിപ്പ് ഹോൾഡ് ചെയ്യാൻ ഒരു നേഴ്സിനെ അറേഞ്ച് ചെയ്യാം, ഇയാൾ ലേബർ റൂമിൽ കൂടി നടക്കൂ എന്ന രീതിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞു. പിന്നെ എന്നോട് ചോദിച്ചു, മീൻസ് ഹസ്ബൻഡിനെ ലേബർ റൂമിൽ വരുത്തിക്കണോ, വേണമെങ്കിൽ ആളെ നമുക്ക് കയറ്റാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അയ്യോ അതൊന്നും വേണ്ട. ചിലർ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുമ്പം നമുക്ക് ഭയങ്കര കംഫർട്ടായിരിക്കും, നമ്മൾ ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും, ഒരു ടെൻഷൻ ഉണ്ടാവില്ല, ടെൻഷൻ ഫ്രീ ആയിട്ട് തോന്നും. പക്ഷെ ചിലരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും. അതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അപ്പോഴേ പറഞ്ഞിട്ടുണ്ടായി. പിന്നെ ഈ പറഞ്ഞ ഡ്രിപ്പ് അതും പിടിച്ച് ഒരു 11 മണി വരെ ആ ലേബർ റൂമിൽ കൂടെ നടന്നതിൻ്റെ ഓർമ്മയിലുണ്ട്. അതിൻ്റെ പിന്നെ കുറേ കഴിയുമ്പോഴത്തേക്കും കണ്ണിലൊക്കെ ഭയങ്കര ഇരുട്ട് കയറാനൊക്കെ തുടങ്ങി. അപ്പം ഞാൻ എൻ്റെ കണ്ണിലൊക്കെ ഭയങ്കര ഇരുട്ട് കയറുക, തല ഇറങ്ങുന്ന പോലെയൊക്കെ തോന്നുന്നു, എനിക്കൊന്ന് കിടക്കണം, ടോയ്ലറ്റിൽ പോകാൻ വരുന്നുണ്ട്, ഞാൻ ടോയ്ലറ്റിൽ പോയിട്ട് വന്ന് കിടക്കാം എന്ന് പറഞ്ഞു. അതാണ് ഇനി ടോയ്ലറ്റിൽ പോകുന്ന വേണ്ട, കൺട്രാക്ഷനൊക്കെ പ്രോപ്പർ ഇതിലാണ്, അപ്പം ഇനിയിപ്പോൾ 1 or 2 എന്താണെങ്കിലും കട്ടിലേൽ ഇയാൾ വന്ന് കിടന്നോളൂ എന്ന രീതി പറഞ്ഞു. പിന്നെ കിടന്ന ഒരു 1 minute കഴിയുമ്പോഴത്തേക്കും മോഷൻ പോയി. അപ്പോൾ അവർ ചെക്ക് ചെയ്തപ്പോഴാണ് കുട്ടിയുടെ തല ഓൾറെഡി പുറത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അന്നേരം എല്ലാവരും ഇങ്ങനെ ശരിക്കും വണ്ടടിച്ചു വന്ന്. എന്നിട്ട് പിന്നെ പെട്ടെന്ന് ടേബിൾ മാറ്റുകയും അങ്ങനത്തെ എല്ലാ കലാപരിപാടികളൊക്കെ നടന്നു. എന്നിട്ട് 11:09 ആവുന്ന സമയത്ത് കുട്ടി ഉണ്ടാവുകയാണ്. അതിനിടയ്ക്ക് ടേബിൾ മാറ്റിയതിന് ശേഷം 3 കൺട്രാക്ഷനാണ് ടോട്ടൽ വരുന്നത്. ഫസ്റ്റ് കൺട്രാക്ഷൻ്റെ സമയത്ത് ടേബിൾ ജസ്റ്റ് പിന്നെടുത്ത് കാല് വെക്കണം അങ്ങനത്തെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിനിടെ പറഞ്ഞു, പെയിൻ വരുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ഹിൻഡ് തരണം. ദിയാകൃഷ്ണൻ്റെ കേസിൽ എല്ലാ റിലേറ്റീവ്സും ആയിരുന്നു ചുറ്റിലെങ്കിൽ എൻ്റെ കേസിൽ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ ഡോക്ടേഴ്സും ആയിരുന്നു എനിക്ക് ചുറ്റിലും. ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഞാൻ മാത്രമല്ല പുഷ് ചെയ്തത്, എനിക്ക് എക്സ്റ്റേണൽ പുഷ് സപ്പോർട്ട് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ സെക്കൻഡ് ഇതിൻ്റെ സമയത്ത് ഒരു ഡോക്ടർ നായിക്ക് എന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ടായിരുന്നു. ആ ഡോക്ടറാണ് കൂടുതൽ ഏറ്റവും ഹെൽത്തി ആയിട്ടുണ്ടായിരുന്ന ആൾ. അപ്പോൾ അവർ പറഞ്ഞു, ഇല്ല ഡോക്ടർ നായിക്ക് തന്നെ പുഷ് ചെയ്താൽ മതി, അപ്പോൾ ശരിയാവും. അപ്പോൾ തേർഡ് പെയിൻ്റെ സമയത്ത് എനിക്ക് പെയിൻ വന്ന സമയത്ത് തന്നെ ആളും പുഷ് ചെയ്തു. അപ്പോൾ പിന്നെ കുട്ടി പുഷ് ഇൻ ദ സെൻസ് ഇങ്ങനെ മേലെ നിന്ന് ആ ഒരു ഉരുണ്ട അങ്ങനത്തെ ഒരു ഇതിലാണല്ലോ ഇരിക്കുന്നത്. പുഷ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് അതുകൊണ്ട് എല്ലാം വളരെ സ്മൂത്തായിട്ട് നടന്നു. അങ്ങനെ പെയിൻ ഇല്ലെന്നല്ല ഞാനും പറയുന്നത്, മീൻസ് എൻ്റെ ഡ്യൂറേഷൻ ഭയങ്കര കുറവായിരുന്നു. ഓൾമോസ്റ്റ് ഒരു 3 minutes താഴെയാണ് ഞാൻ ഈ ഡെലിവറി പെയിൻ അനുഭവിക്കുന്നത്. അപ്പം ഒരുപാട് നേരം നമ്മൾ ആ പെയിൻ ആ ഒരു ഇതിൽ കൂടെ പോകുമ്പോൾ അത് ഡിഫറെൻ്റ് ആയിരിക്കും. കുറച്ച് ടൈം എന്ന് പറയും അതും ഡിഫറെൻ്റ് ആയിരിക്കും. എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊരു സ്മോൾ ഹോളിൽ കൂടെ മോന് വെയിറ്റ് എനിക്ക് തോന്നുന്നു 3650 ഉണ്ട്. അപ്പം അത്രയും വലിയൊരു കുട്ടി പുറത്തേക്ക് വരുമ്പോൾ ഒബ്വിയസ്ലി പെയിൻ ഉണ്ട്. പിന്നെ അത് ഓരോരുത്തരും എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, അതെങ്ങനെ ആ പെയിൻ ബാക്കിയുള്ളവരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കുന്നു എന്ന ഒരു കാര്യം ഡിഫറെൻ്റ് ആണ്. എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സങ്കടങ്ങൾ ബാക്കിയുള്ള ഒരാളുടെ സങ്കടത്തിന് കാരണമാവാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അതായിരിക്കും ചിലപ്പോൾ. എന്തായാലും ഡെലിവറി കഴിഞ്ഞ സമയത്ത് എല്ലാവർക്കും ആദ്യം അറിയേണ്ട കാര്യം, സത്യമായിട്ട് ഇയാൾക്ക് പെയിൻ ഉണ്ടായിരുന്നില്ലേ? ഡോക്ടർ ഗീതയാണ് ആ ക്വസ്റ്റ്യൻ ഫസ്റ്റ് എന്നോട് ചോദിക്കുന്നത്. ഇയാൾക്ക് സത്യമായിട്ട് പെയിൻ ഉണ്ടായിരുന്നില്ലേ? അതായത് അത് തന്നെ ഞങ്ങൾക്ക് അറിയേണ്ടത് എന്നിട്ട് ബാക്കി എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞു. എന്നിട്ട് പിന്നെ അവർ പോവുകയും ചെയ്തു. എന്തായാലും അവർക്ക് അവരുടെ OP പേഷ്യൻസിനൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള ആ ഒരു ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു. എന്തായാലും കുട്ടീനെ എന്നെ കാണിച്ചു തരാനും കുട്ടി എന്താണെന്ന് പറയാനും ശരിക്കും വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് പരാതിയൊന്നുമില്ല. ശരിക്കും അവർ കാരണമാണ് ഇത് ഇത്രയും സ്മൂത്തായിട്ടും ഇത്രയും ക്വിക്കായിട്ടും ഞാൻ ഓവറായിട്ട് സഫർ ചെയ്യാതിരിക്കുകയും ചെയ്യാൻ ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തവരാണ്. അതിന് പിന്നെ ഇങ്ങനെ സ്റ്റിച്ച് ഇപ്പം നോർമലാണെങ്കിലും ആ ഒരു ഇത് അവർ ഒരു കുഞ്ഞി കട്ട് ചെയ്യുമല്ലോ,
അപ്പോൾ അതിന് സ്റ്റിച്ച് ഇടുന്ന സമയത്ത് ഞാൻ തലയും കുത്തി കവന്ന് കിടന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടായി എന്ത് കുട്ടിയാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നിറയെ മുടിയൊക്കെ ഉണ്ട്. അപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി, ആഗ്രഹിച്ച പോലെ തന്നെ പെങ്കൊച്ച്. നേഴ്സ് ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, മോനെ ഫീഡ് ചെയ്യാൻ കൊണ്ടുവരട്ടെ. മോനോ മോളല്ലേ എന്ന് ചോദിച്ചു. അല്ല മോനാണ്. ചേച്ചി കണ്ടില്ലേ, കുട്ടീനെ കണ്ടില്ലേ എന്ന് ചോദിച്ചു. അന്നേരമാണ് പിന്നെ അവരും റിയലൈസ് ചെയ്യുന്നത് എന്നെ അവർ കാണിച്ചു തരാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ഡോക്ടേഴ്സും ഉള്ളതുകൊണ്ടും ഞാനവിടെ കരഞ്ഞു പോയി ബഹളം ഉണ്ടാക്കാത്തത് കൊണ്ടും അതിൻ്റെ ആ ഒരു ഡിസ്കഷനിൽ ബാക്കിയെല്ലാം അവർ വിട്ടുപോയി.